നീരാടുവാൻ വരുമേ സൗന്ദര്യ തീർത്ഥക്കടവിൽ പൊന്നുഷസിന്നും നീരാടുവാൻ വരുമേ സൗന്ദര്യ തീർത്ഥക്കടവിൽ നഷ്ടസ്മൃതികളാം മാറിവില്ലിൻ വർണ്ണ പൊട്ടുകൾ തേടി നാം വന്നു. പിണങ്ങിയിണങ്ങും നിൻ കണ്ണിൽ കിനാവുകൾ പൂക്കും ഒന്നു പിണങ്ങിയിണങ്ങും നിൻ കണ്ണിൽ കിനാവുകൾ പൂക്കും പൂങ്കുലർക്കണി പോലേതോ പേരറിയ പൂക്കൾ നമ്മെ തിരിച്ചറിഞ്ഞെന്നോ ചിരബന്ധുരമീ സ്നേഹബന്ധം നമ്മെ തിരിച്ചറിഞ്ഞെന്നോ ചിരബന്ധുരമീ സ്നേഹബന്ധം പൊന്നുഷസിന്നും നീരാടുവാൻ വരുമീ സൗന്ദര്യ തീർത്ഥ കടവിൽ തീരത്തടിയും ശംഖിൽ നിൻ പേരു കോറി വരച്ചു ഞാൻ. തീരത്തടിയും ശംഖിൽ നിൻ പേരു കോറി വരച്ചു ഞാൻ. ശംഖുകോർത്തൊരു മാല നിന്നെ ഞാനണിയിക്കുമ്പോ ജന്മങ്ങൾക്കപ്പുറത്തെങ്ങോ ഒരു ചെമ്പകം പൂക്കും സുഗന്ധം. ജന്മങ്ങൾക്കപ്പുറത്തെങ്ങോ ഒരു ചെമ്പകം പൂക്കും സുഗന്ധം പൊന്നുഷസിന്നും നീരാടുവാൻ വരുമീ സൗന്ദര്യ തീർത്ഥക്കടവിൽ പൊന്നുഷസിന്നും നീരാടുവാൻ വരുമീ സൗന്ദര്യ തീർത്ഥ കടവിൽ നഷ്ടസ്മൃതികളാം മാറിവില്ലിൻ വർണ്ണ പൊട്ടുകൾ തേടി നാം വന്നു. വൈശാഖ്, സെലിൻ, it's one of the most beautiful performances കണ്ണിനും കാതിനും. ആരെടുത്താ ചോദിക്കണ്ടേ വൈശാഖെ? ശരത് സർ. ഓക്കെ, ശരത് സർ. വൈശാഖ് നന്നായിരുന്നു. വൈശാഖ്, ഇതാരാണ് സെലക്ട് ചെയ്ത വൈശാഖിന് ഈ പാട്ട്? അത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവനാണ്. കൂട്ടുകാരൻ തന്നെയാണോ? അതെ അതെ, കൂട്ടുകാരൻ. ഇവിടെ വേറെ ഏതോ ഒക്കെ കിംവദന്തികൾ കേൾക്കുന്നുണ്ട്. കിംവദന്തികളല്ല സർ, സത്യങ്ങളാണ്. തികച്ചും സാങ്കല്പികമാണ്. സാങ്കല്പികമൊന്നുമല്ല. ആണോ? അതെ സാർ. അത് കുഴപ്പമില്ല മോൻ, അതിലൊന്നും കുടുങ്ങാതിരിക്കട്ടെ. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം.
മോനെ നീരാടുവാനെന്ന് പറയും, പാടുമ്പോൾ കുറെ പരന്നു പോകുന്ന പോലുണ്ട്. ഒന്ന് പാടിക്കേ. നീരാടുവാൻ വരും. ലോ സ്ട്രെയിൻ ഉണ്ടോ പാടുമ്പോൾ, വൈശാഖ് പാടുമ്പോൾ? പിന്നെ അങ്ങനെ ആവുന്നു? എന്ന് വരുന്നു, മനസ്സിലായില്ലേ? നീരാടുവാൻ വരും. അത് കുറേ തുറന്നാലും ബോറായിരിക്കും കേട്ടോ. എൻ്റെ എങ്ങനെയാ പാടി നിർത്തുന്ന മോൻ? പലവയുടെ എൻ്റെ തീർത്ത കരയിൽ തീർത്ത കടവിൽ കടവിൽ. അത് കുറേ കൂടെ വേറെ നോട്ട്സ് ആയി പോരുത് ഇപ്പോഴും പറയുന്ന പോലെ. മോനെ അതുപോലെ ചരണത്തിൻ്റെ നിൻ, അത് ഏത് നോട്ടാണ്? ചരണം ഓടുമ്പോൾ നിന്നൊരു ഗാന്ധാരത്തിലേക്ക് വരുന്നില്ലേ? അത് എവിടുന്നാ മോൻ പാടുന്നത്? ഒന്നു പിണങ്ങിണങ്ങും നിൻ കണ്ണിൽ. ഏതാണ് നിൻ ഈ നിൻ? അത് ഏതാണ് മോൻ? അതല്ല, തുടങ്ങുന്ന നോട്ട്. നിൻ നിൻ മോനെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പേന്റ്, പിന്നെ ഇവിടുന്ന് തടന്ന്. നിൻ അത് ഏത് നോട്ടിൽ നിന്നാ തുടങ്ങുന്നത്? നിൻ അത് തുടക്ക നോട്ട് മാത്രം പറയുക. നിൻ പിന്നെ വളയ്ക്കാതിരിക്കും, ആദ്യത്തെ നോട്ട് മാത്രം. പായാണോ? മൂന്നില്ലേ? നിൻ 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 ഏതാണ് കൊച്ചെ? മേളിൽ നിന്ന് താഴെയാണ്. നിഷാദവും ഗാന്ധാരം, ഷഡ്ജം, ഗാന്ധാരം ഒക്കെ മേളിൽ നിന്ന് താഴെയാണ്. ഏതാണ് സ്വരം? ചെറിയ മധ്യമാണോ വലിയ മധ്യമാണോ? ആണോ? സുശാന്ത് ഒന്ന് വായിച്ചു. സുശാന്തിന് ഈ സംശയം മാറ്റാൻ പറ്റൂ? കേട്ടോ. വല്യമ്മയാണോ? വല്യമ്മ. അപ്പൊ മോൻ പാടുമ്പോൾ ചെറിയ മായാണ് കേട്ടത് എനിക്ക്, അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ. എങ്ങോ അതങ്ങനെ മുകളിൽ പാടുന്നത്? ജന്മങ്ങൾക്കപ്പുറത്തെങ്ങോ ഒരു ചെമ്പകം പൂക്കും സുഖം. ആ ചെമ്പകം നന്നായിട്ട് പൂക്കട്ടെ. ഒരു ചെമ്പകം. ഗുഡ്. താങ്ക് യു. നമ്മളത് കൃത്യമായിട്ട് എന്ത് പാടിയാലും അതൊക്കെ ഒരു കൃത്യമായിട്ടുള്ള നോട്ട്സ് പാടണം കേട്ടോ മോനെ. അത് നമ്മളങ്ങ് ചുമ്മാ വിട്ട് കളയരുത്. ഓൾ ദി ബെസ്റ്റ്. സെല്ലിന് നന്നായിരുന്നു അത് പറയാൻ പറ്റും. സെല്ലിന് നന്നായിരുന്നു. ഇത്രയും ചുമ വെച്ചിട്ട് ഇങ്ങനെ പാടിയല്ലോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സാർ. സുജാ ചേച്ചി. ആദ്യം സെലിൻ ഇത്രയും ചുമ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറയായിരുന്നു. കഴിഞ്ഞ സീസൺ മുഴുവൻ സെലിൻ ഒരു ഷെഡ്യൂളിലും ഏതോ ഒരു ഷെഡ്യൂളിൽ മാത്രം ചുമയോ എന്തോ ഉണ്ടായിരുന്നു. ബാക്കി ഫുൾ ഷെഡ്യൂൾ സെലിന് വോയിസിന് ഒരു പ്രശ്നവും ഇല്ല. ഫൈനലിന് 2 ദിവസം മുമ്പേ ഭയങ്കര പൊടിയിലൊക്കെയാണ് ഇവരെ കിടന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നത്. മുഴുവൻ പെയിന്റും ബഹളവും ഒക്കെ ആയിരുന്നു. എന്നിട്ടും അതാണ്, എവറിത്തിങ് ഇസ് ഡിസ്റ്റൈൻഡ്. ഇയാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് കിട്ടിയിരിക്കും. അസുഖമൊന്നും വരാതെ പോയി ഫൈനൽസിൽ കിട്ടി. അപ്പോൾ ഇന്നിപ്പോൾ സെലിന് ചുമയുണ്ട്. ഭാഗ്യമായിരുന്നു ആ കഴിഞ്ഞ സീസണിൽ മുഴുവനൊന്നും അസുഖമൊന്നും വന്നില്ല. സെലിൻ്റെ ഈശ്വരൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സെലിൻ നല്ലോണം പാടി. സെലിൻ വിത്യോ കേട്ടറിയാം ഭയങ്കര ചുമയുണ്ട്, വോയിസ് സ്ട്രെയിൻ ഉണ്ടെന്നൊക്കെ അറിയാം. ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ് യു ഡിഡ് എക്സലൻറ്റ്. താങ്ക് യു. ഞാനിത് ഈ ഒന്ന് പിണങ്ങിയാണ് ഫസ്റ്റ് സെക്കൻഡ് അതെല്ലാം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചേക്കണേ. അതാണ് ആ നോട്ട്സ് പിടിയിട്ടില്ല മോനെ. മോനെ ശരിയും കേട്ടിരുന്നില്ല താഴെയൊക്കെ? അപ്പം സാധാരണ വരാറില്ല വൈശാഖിന് ഇങ്ങനെ ഈ നോട്ട്സിന്റെ പ്രോബ്ലം. ആദ്യം ഞങ്ങൾ 3 പ്രാവശ്യമായപ്പോൾ കേൾക്കണം വൈശാഖിന്റെ പാട്ടുകൾ. 3 അല്ല 4 5 പ്രാവശ്യമായി. എനിക്കിതുവരെ അത് തോന്നിയിട്ടില്ല. ഇത്തവണ കുറച്ചധികം നോട്ട്സിന്റെ എസ്പെഷ്യലി ആ സ്ഥലങ്ങളൊക്കെ തോന്നി. പിന്നെ സ്റ്റാർട്ട് പല്ലവിയും ഒന്ന് രജിസ്റ്റർ ആയില്ല, എൻട്രി ഒക്കെ ഒന്നും കൂടെ നല്ലതാവായിരുന്നു. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് വൈശാഖിന്റെ പാട്ട് എന്തോ ഒരു എക്സ്ട്രാ ഒരു എക്സ് ഫാക്ടർ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് വൈശാഖിന്റെ വോയിസ് അങ്ങനെ ആഹാ എന്ന് പറയാവുന്ന വോയിസ് അല്ല, നല്ല വോയിസ് ആണ്. പക്ഷെ സംതിങ് ഇസ് ദേ. എനിക്കത് എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്യുന്ന ഒരു സിംഗിങ്ങിൽ ഒരു സാധനമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി വൈശാഖ് പാടിയത്. താങ്ക് യു സുജാ ചേച്ചി. ഷിനി സാർ. വൈശാഖിന്റെ ഒരു സംതിങ് ഇന്നസെൻസ് ആണെന്ന് തോന്നുന്നു. സിംഗിങ്ങിലാണ് എന്തോ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. എനിക്ക് ഈ പാട്ട് ജയൻ ചേട്ടൻ്റെ അല്ലേ പാടിയത്? ജയൻ ചേട്ടൻ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ടാണ് പാടുന്നത്, പക്ഷെ അസാധ്യ ഫീലാണ് അത്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് വോയിസ്.
യു ഇമിറ്റേറ്റഡ് ജയൻ ചേട്ടൻ. അപ്പോൾ ആ എക്സ്പ്രഷൻ വരില്ല. ദാറ്റ് എക്സ്പ്രഷൻ ഇസ് ഇൻഎക്സ്പ്ലിക്കബിൾ. അപ്പോൾ ആ ഫീൽ എന്നുള്ള എക്സ്പ്രഷൻ എന്നുള്ള സാധനം കൊണ്ടുവരണം. ദിസ് ഓക്കെ, ദിസ് നൈസ്, ഗുഡ് പെർഫോമൻസ്. ആൻഡ് സെലിൻ ഇത്രയും ചുമയൊക്കെ വെച്ചുകൊണ്ട് ഇത്രയും പാടിയല്ലോ, ഗ്രേറ്റ്, awesome. പക്ഷേ സെലിന് വലിയ ഇഷ്ടമുള്ള പാട്ടാണല്ലോ. 100% പാടാൻ പറ്റിയില്ല. ഗുഡ് ലക്ക്. താങ്ക് യു ശ്രീനി സർ. മാർക്ക് ചോദിക്കാം. സുജാ ചേച്ചി. വൈശാഖ് നല്ലോണം ഒരു ഇതൊക്കെ നല്ലോണം പാടി. വൈശാഖ് എനിക്ക് ഇഷ്ടമായി. 27.5 on 30. Thank you, Chechi. Srini sir. 27 on 30. Thank you, Srini sir. Sharat sir. വൈശാഖ്, എനിക്കും ഭയങ്കര പ്രിയപ്പെട്ട അണ്ണാച്ചിയാണ് കേട്ടോ. അത് എന്നെ കാണുമ്പോൾ ചോദിക്കുകയും ചെയ്യും അതെന്താണ് ഇരുത്താതിരുന്നതെന്ന്. അതുകൊണ്ട് ഇനി പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ക്ലാരിറ്റി വേണം. ഈവൻ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും അതിൽ ക്ലാരിറ്റി ഉണ്ടാവണം കേട്ടോ. Nice touch, sir. 26.5 on 30. Thank you, Sharat sir. 90ൽ 81 മാർക്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി 10ൽ എത്ര മാർക്കാണെന്ന് നോക്കാം. താങ്ക് യു. 8 on 10. Total overall score 89 on 100.